സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവ്യൈ നമഃ. സൽപേരിനുകുതിച്ചതില്ലിതുവരെ തേടിയില്ല പിൻവാതിൽ ഞാൻ അല്പം പോലും അധീശ സേവയെ ഗണിച്ചീലെന്റെ യാത്രാപഥേ. കൽപ്പേറും പ്രതിബന്ധമൊട്ടതുവഴിക്കേറ്റു മനഃപീഡനം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം മഹാദേവീ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 13-ാമത്തെ അധ്യായം. എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. വിശ്വാമിത്രനും വസിഷ്ഠനും ക്രുദ്ധരായിട്ട് രണ്ടുപേരും പരസ്പരം ശപിച്ച് കൊറ്റികളായി തീർന്നു. കൊറ്റികളായി ഭൂമിയിൽ ജനിച്ചു എന്നുണ്ടെങ്കിലും അപ്പോഴും അവർ രണ്ടുപേരും ഇതാ പരസ്പരം ആ വൈരം മറക്കാതെ കളയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർഭം കിട്ടുന്ന സമയത്തെല്ലാം പരസ്പരം യുദ്ധം ചെയ്ത്, എന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ട് രണ്ട് വൃക്ഷങ്ങളിൽ, അടുത്തടുത്തുള്ള രണ്ട് വൃക്ഷങ്ങളിൽ, രണ്ട് കൂടുകളിൽ താമസിച്ചു വന്നു എന്ന് പറയുകയാണ് വ്യാസൻ. കഥ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരീക്ഷിത്ത് ചോദിച്ചു, ഭഗവാൻ വസിഷ്ഠനും കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രനും എങ്ങനെയാണ് ശാപമുക്തരായി ഭവിച്ചത്? അവർക്ക് ഈ കൊറ്റിയുടെ രൂപത്തിൽ നിന്നും ശാപമുക്തം എങ്ങനെ കിട്ടി എന്നുള്ളത് ഒന്ന് ദയവായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ശാപമോക്ഷം കിട്ടിയതിനെ വിസ്തരിക്കുന്നത്. യുധ്യമാനൗഭൗ ദൃഷ്ട്വാ ബ്രഹ്മാലോകപിതാമഹ തത്ര ജഗമാനിമിഷൈർവൃത സർവൈർധയാപരൈ. ഇവർ രണ്ടുപേരും തമ്മിൽ എന്നും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കണ്ട് ലോകപിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് അദ്ദേഹത്തിന് ദഹിയുണ്ടായി. മറ്റുള്ള ദേവന്മാരോടുകൂടി അവിടെ ഇവരുടെ മുന്നിലേക്ക് വന്നു. ജഗൽ സ്രഷ്ടാവായിട്ടുള്ള അദ്ദേഹം ഇരുവരെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആശ്വസിപ്പിച്ചു. പരസ്പരം നൽകിയിരിക്കുന്ന ശാപത്തിൽ നിന്നും രണ്ടുപേരെയും മോചിപ്പിച്ചു. ദേവന്മാരെല്ലാം തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി പ്രതാപത്തോടെ ഹംസാരൂഢനായി സത്യലോകത്തിലേക്ക് ബ്രഹ്മാവ് പോയി. വിശ്വാമിത്രനും വേഗം അവിടെ നിന്ന് യാത്രയായി വസിഷ്ഠനും തൻ്റെ ആശ്രമത്തിലേക്ക് പോയി എന്ന് പറയാണ്. പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ഉപദേശത്താൽ മഹർഷിമാർ രണ്ടുപേരും തമ്മിൽ സ്നേഹബദ്ധരായിട്ടാണ് അവിടെ നിന്നും പോയത്. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ മൈത്രാവരുണി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കൗശികൻ എന്ന് പറഞ്ഞാൽ കൗശിക നഗരത്തിലെ രാജാവ്. കൗശിക രാജാവിൻ്റെ പുത്രനായതുകൊണ്ട് വിശ്വാമിത്രന് വിശ്വാമിത്രൻ്റെ അച്ഛൻ ഗാധി അല്ലേ? കൗശിക രാജാവായിട്ടുള്ള ഗാധിയുടെ പുത്രനല്ലേ വിശ്വാമിത്രൻ. അപ്പോൾ അങ്ങനെ കൗശിക രാജാവായിട്ടുള്ള ഗാധിയുടെ പുത്രനായതുകൊണ്ട് കൗശികൻ എന്ന പേര് വിശ്വാമിത്രനുണ്ടായി. പണ്ട് ഇതേമാതിരി തന്നെ ശാപം കാരണം കൊണ്ട്, നിമിയുടെ ശാപം കാരണം കൊണ്ട് ദേഹം പതിച്ച വസിഷ്ഠൻ പിന്നീട് മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് അവിടെ ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് മൈത്രാവരുണി എന്ന വസിഷ്ഠനും പേരുണ്ടായി എന്ന് പറയാണ്. അങ്ങനെ മിത്രാവരുണന്മാരുടെ പുത്രനായിട്ട് ആദ്യം ബ്രഹ്മപുത്രനായിട്ട് ജനിക്കണു, പിന്നെ നിമിയുടെ ശാപത്താൽ ദേഹം പതിക്കണു, വീണ്ടും മിത്രാവരുണന്മാരുടെ അനുഗ്രഹത്താൽ, ദൈവാനുഗ്രഹത്താൽ അവരുടെ പുത്രനായിട്ട് വസിഷ്ഠൻ ജനിക്കുന്നത് കാരണം കൊണ്ട് മൈത്രാവരുണി എന്നുള്ള പേര് വസിഷ്ഠനുണ്ടായി എന്നൊരു കഥ. ഇങ്ങനെ കൗശികനും വസിഷ്ഠനും തമ്മിൽ ദുഃഖപ്രദമായിട്ടുള്ള യുദ്ധമുണ്ടായി. തുടർന്ന് പറയണു, മനുഷ്യനായാലോ ദേവനായാലും ദൈത്യനായാലും ആരൊക്കെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ജനമേജയായി ലോകത്തില് അഹങ്കാരത്തെ കീഴടക്കി സദാ സുഖം അനുഭവിക്കുന്നവരായിട്ട് ആരാണ് ഉള്ളത്? അതുകൊണ്ട് ചിത്തശുദ്ധി എന്നത് മഹാത്മാക്കൾക്ക് പോലും വളരെ ദുർലഭമായിട്ടേ കാണാൻ കഴിയുള്ളൂ.
ആ ശുദ്ധി പ്രയത്നം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ധർമ്മോപായമായ തീർത്ഥവും ദാനവും തപസ്സും സത്യവും എന്നുവേണ്ട എല്ലാം തന്നെ നിഷ്പ്രയോജനമായി തീരും. ആ ചിത്തശുദ്ധിയുള്ള ഉണ്ടാവാത്തിടത്തോളം കാലം മറ്റുള്ളതൊക്കെ എന്തൊക്കെ ചെയ്തും ഒരു പ്രയോജനവും ഇല്ല എന്ന് കാണിച്ചു തരാനുള്ള ഒരു കഥയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ ഗുണങ്ങളും ഇവിടെ വിശ്വാമിത്രനും വസിഷ്ഠനും ഉണ്ട്, നമ്മൾ കണ്ടു. മഹാ തപസ്വികളാണ്, ശക്തിയുള്ളവരാണ്. ബ്രഹ്മപുത്രനാണ് വസിഷ്ഠനൊക്കെ. കൗശികകുലത്തിൽ ജനിച്ചവനാണ് വിശ്വാമിത്രൻ. തപസ്സുകൊണ്ട് ഗായത്രി ദേവിയെ പ്രത്യക്ഷമാക്കിയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ തപശക്തികളൊക്കെ ഉള്ളവരാണ് അവര്. മഹാജ്ഞാനികളാണ്. നമ്മളെ മാതിരി അല്പജ്ഞാനികളൊന്നുമല്ല. എന്തോ ദേവി ഭാഗവതം അറിഞ്ഞോ അറിയാതെ കണ്ടോ, അല്ലെങ്കിൽ ഭാഗവത പുരാണം അറിഞ്ഞോ അറിയാതെ കണ്ടോ തെറ്റുകളായിട്ട് പറയുന്നതോ കേൾക്കുന്നതോ ഒന്നും അല്ലല്ലോ. അവരൊക്കെ മഹാജ്ഞാനികളല്ലേ, മഹാതപസ്വികളല്ലേ. പക്ഷേ അവർക്ക് പോലും ചിത്തശുദ്ധി ഇല്ലാതെ കണ്ട് കോപിഷ്ഠരായിക്കൊണ്ട് പരസ്പരം മതമാത്സര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വൈരം വെച്ചുകൊണ്ട് തമ്മിൽ തല്ലിക്കൊണ്ട് ദുഃഖിക്കുന്ന കഥകളെയാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോ ചിത്തശുദ്ധി ഇല്ലാതെ മറ്റെന്തൊന്നുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. ഇനി ചിത്തശുദ്ധി ഉണ്ടായി ആ ജ്ഞാനവും ഇതുമൊന്നും നമുക്ക് വേദാന്ത ജ്ഞാനങ്ങളൊന്നുമില്ല, അത്രയൊന്നും അറിവുകളൊന്നുമില്ല. പക്ഷെ ആ ചിത്തശുദ്ധി ഉണ്ടായാൽ മതി. ഗോപികമാർക്ക് എവിടെയാ ഉണ്ടായിരുന്നത്? വേദശാസ്ത്രാദി ജ്ഞാനങ്ങളിലൊക്കെ നിപുണരായിരുന്നു അവര്. ഒന്നുമില്ലല്ലോ. പക്ഷെ എങ്കിലും എന്താ, ചിത്തശുദ്ധി ഉണ്ടായിരുന്നു. ചിത്തത്തിൽ അവരെപ്പോഴും ആ ശ്രീകൃഷ്ണനെ തന്നെയാണ് ഭജിച്ചിരുന്നത് എന്നുള്ളത് കാരണം കൊണ്ട് ചിത്തശുദ്ധരായി ഭവിച്ചു അവര് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ചിത്തശുദ്ധി ഇല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഉണ്ടായിട്ട് കാര്യങ്ങളൊന്നുമില്ല. സർവദേഹങ്ങളിലെയും ദേഹികളുടെ ധർമാകർമ്മങ്ങളിൽ സാത്വികം, രാജസം, താമസം എന്ന 3 വിധത്തിലുള്ള ഈ ഗുണങ്ങൾ ഉണ്ട്. പറഞ്ഞ ഫലം ലഭിക്കുന്ന സാത്വിക ശ്രദ്ധ ലോകത്ത് ദുർലഭമാണ്. വിധിപൂർവമുള്ള രാജസ ശ്രദ്ധ അതിൻ്റെ പകുതി ഫലമുണ്ട് എന്ന് പറയണു. താമസ ശ്രദ്ധയ്ക്ക് തീരെ ഫലമില്ല. മാത്രമല്ല അത് കീർത്തി, യശസ് എല്ലാം ഇല്ലാതെ കണ്ടാക്കണു. ആ ശ്രദ്ധ കാമക്രോധാദികളായിട്ടുള്ള മനുഷ്യന്മാരിലാണ് അധികം കാണപ്പെടുന്നത്. അതുകൊണ്ട് എന്തു വേണം? വാസനാരഹിതം കൃത്വാ തച്ചിത്തം ശ്രവണാദിനാ തീർത്ഥാദിഷു വസേൽ നിത്യം ദേവി പൂജനതൽപര. എന്തു വേണം? ശ്രവണാദികൾ കൊണ്ട് മനസ്സിനെ വാസനരഹിതമാക്കി ദേവീ പൂജയിൽ തൽപരനായി സദാ തീർത്ഥസ്ഥാനങ്ങളിൽ വസിക്കണം. കലിദോഷം ബാധിച്ചവൻ അത് ഇല്ലാതാക്കാൻ ദേവീനാമങ്ങളെ ഉച്ചരിച്ചും ദേവീ ഗുണങ്ങളെ കീർത്തിച്ചും ദേവീ പാദപത്മങ്ങളെ ധ്യാനിച്ചും കഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നവന് കലിഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല. എത്ര കൊടും പാപം ചെയ്തവൻ ആയാൽ പോലും അനായാസം സംസാരത്തിൽ നിന്ന് മുക്തനാവും. അതുകൊണ്ട് ഏവമാർഗം ആ ചിത്തശുദ്ധി എന്നുള്ളതേ ഉള്ളൂ. കുറേ തപസ്, ദാനം, ഹോമം, യജ്ഞം, യാഗം അങ്ങനെ പലതും ചെയ്തതുകൊണ്ടൊന്നും കാര്യനിവൃത്തി ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നില്ല. എത്ര കാലം നമ്മൾ ഈ ചിത്തശുദ്ധി നേടിയില്ലയോ അത്രയും കാലം മറ്റുള്ളവ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. മരുന്നുകൾ ഒരു ഭാഗത്ത് കഴിക്കണം, എന്തിനാ ഷുഗർ കുറയാനായിക്കൊണ്ട്. മറ്റൊരു ഭാഗത്ത് പാൽപ്പായസവും ലഡുവും ജലേബിയും ഒക്കെ യഥേഷ്ടം ഭക്ഷിക്കണു. എന്താ മരുന്ന് കഴിച്ചത് കൊണ്ടുള്ള പ്രയോജനം? ഒരു പ്രയോജനവുമില്ലല്ലോ. മരുന്നിൻ്റെ പ്രയോജനം മുഴുവൻ ഈ കഴിച്ച ആഹാരം എപ്രകാരമാണോ നിഷ്പ്രയോജനമാക്കി തീർക്കുന്നത്, അപ്രകാരം ചിത്തശുദ്ധി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, കാമക്രോധാദി വൃത്തികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ
പിന്നെ ക്ഷേത്രാടനങ്ങളും തീർത്ഥാടനങ്ങളും പൂജാദികളും ഒന്നും നമുക്ക് വേണ്ടതായിട്ടുള്ള ഫലത്തിനെ തരുന്നില്ല. അതുകൊണ്ട് ആ ചിത്തശുദ്ധിയാണ് എല്ലാവരും നേടിയെടുക്കേണ്ടത്. ആ ചിത്തശുദ്ധി ആ ദേവീ നാമസ്മരണ കൊണ്ട്, ദേവീ നാമജപങ്ങളെ കൊണ്ട്, ആ ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് അനുസൃതം നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് ദേവിയുടെ കൃപയാൽ. അതുമാത്രമേ ഈ കലിദോഷത്തെ അകറ്റാൻ ഈ കലികാലത്ത് ഉത്തമമായിട്ടുള്ളൂ. അതുകൊണ്ട് ആ ദേവീഭജനം തന്നെയാണ് കലിയുഗത്തിൽ ശ്രേഷ്ഠം എന്നത് അവിടെ പറഞ്ഞുകൊണ്ട് 13-ാമത്തെ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നു. നാളെ മുതൽ നമുക്ക് അടുത്ത 14-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം.